രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസ് തെളിവുണ്ടെന്ന് അന്വേഷണ സംഘം. കുറ്റപത്രം ഉടൻ നൽകും. ലൈംഗിക അതിക്രമത്തിന് തെളിവുണ്ടെന്ന് SIT കണ്ടെത്തി. കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തില്ല. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതിന് തെളിവില്ല. നടൻ ബോബി കുര്യനെയും സഹസംവിധായിക ശാലിനിയെയും ചോദ്യം ചെയ്തിരുന്നു. അതിജീവിതയെ രഞ്ജിത്ത് ഭീഷണിപ്പെടുത്തിയതായി വിവരമില്ല. കേസിന് മുമ്പ് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടന്നതായി വിവരമുണ്ട്. സർവേ റിപ്പോർട്ടുമായി ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ PV അൻവർ 89 സീറ്റുമായി UDF അധികാരത്തിലെത്തുമെന്നാണ് PV അൻവറിന്റെ സർവേ റിപ്പോർട്ട്. PV അൻവർ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോഡ്കാസ്റ്റിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. മലബാറിൽ 60-ൽ 40 സീറ്റും UDF നേടുമെന്നാണ് സർവേയിൽ കാണിക്കുന്നത്. മധ്യകേരളത്തിൽ 32-ൽ 21 സീറ്റിലും തെക്കൻ കേരളത്തിൽ 48-ൽ 25 സീറ്റും UDF നേടുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. തെന്മല വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ തലയോട്ടി പ്രദേശത്ത് നിന്നും കാണാതായ വ്യക്തിയുടേത്. തെന്മല ഭാഗത്തു നിന്ന് കാണാതായ കുഞ്ഞുമോൻ ജോസഫിന്റേതാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തലയോട്ടി കിട്ടിയ ഭാഗത്തു നിന്ന് കണ്ടെടുത്ത മുണ്ടും ചെരുപ്പും ഇയാളുടെ മകനെത്തി തിരിച്ചറിഞ്ഞു. തലയോട്ടി ഉടൻ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമേ സ്ഥിരീകരണം ഉണ്ടാകൂവെന്ന് പോലീസ് അറിയിച്ചു. തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ മറ്റ് അസ്വാഭാവികതയില്ലെന്ന് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് നൽകി. വൈദ്യുതി നിയന്ത്രണം ജനരോഷം കനക്കുന്നു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച KSEB ഉദ്യോഗസ്ഥർ. ആലുവ വെസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ജീവനക്കാരുടെയും ഓഫീസിന്റെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആലുവ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത്. വൈദ്യുതി തടസ്സം മൂലം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. കേരളത്തിലെ 6 ലക്ഷത്തോളം ദരിദ്ര കുടുംബങ്ങൾക്ക് റേഷൻ കട വഴി ലഭിച്ചിരുന്ന പഞ്ചസാരയുടെ വിതരണം നിലച്ചു. അന്ത്യോദയ അന്നയോജന പ്രകാരം റേഷൻ വിതരണത്തിൽ നിന്ന് പഞ്ചസാര താൽക്കാലികമായി പിൻവലിച്ചതാണ് ദരിദ്ര കുടുംബങ്ങൾക്ക് തിരിച്ചടിയായത്. ഇതനുസരിച്ച് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 27 രൂപ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു വന്ന പഞ്ചസാര ഇലക്ട്രോണിക് പേയ്മെന്റ് ഓഫ് സെയിൽ സംവിധാനത്തിൽ നിന്ന് മാറ്റി. ഇതോടെ റേഷൻ കട ഉടമകൾക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും പഞ്ചസാര വിതരണം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്.